ഏത് ഭാവങ്ങളിലാണ് അങ്ങയെ പ്രത്യേകമായി മഹർഷിമാർ ധ്യാനിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? അതൊന്ന് വിശദമാക്കി തരൂ എന്നാ പറയുന്നത്. അതിന് മറുപടിയായിട്ടാണ് കൃഷ്ണൻ പറയാൻ തുടങ്ങി. 6-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ ചോദിച്ച ചോദ്യം നിങ്ങൾ എപ്പോഴും പറയേണ്ടതും ചോദിക്കേണ്ടതുമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിനെയോ മഹാവിഷ്ണുവിനെയോ ശ്രീഹരിയെയോ പരമകല്യാണനിധിയായിരിക്കുന്ന ആ മംഗളമൂർത്തിയെയോ സ്തുതിക്കുന്ന സമയത്ത് എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു സ്തുതിയാണത്. ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതത്കുലം നൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വരഃ. ഹേ ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന, അങ്ങയുടെ കുലത്തിനെ മുഴുവനും നശിപ്പിച്ച് ഇല്ലാതെയാക്കി തീർത്ത് നിശ്ചയമായും അങ്ങ് ലോകത്തെ ഉപേക്ഷിക്കാൻ തീർച്ചയാക്കി കഴിഞ്ഞു. വിപ്രശാപം സമർത്ഥോപി, ബ്രാഹ്മണരുടെ ശാപമാണ് വന്നിരിക്കുന്നത്, തന്മൂലമാണ് കുലം നശിക്കാൻ പോകുന്നത്. ആ ശാപത്തെ നീക്കിക്കളയാനോ അതിന് പരിഹാരം കാണാനോ അങ്ങക്ക് സാധിക്കും, ഒരു വിഷമവുമില്ല. അങ്ങനെയാണെങ്കിലും പ്രത്യഹന്ന യതീശ്വര, അങ്ങ് തീരുമാനിച്ചു ഈ ശാപം അതിൻ്റെ പാട്ടിൽ പ്രവർത്തിച്ചോട്ടെ, ഞാൻ ഇടപെടാൻ പോകുന്നില്ല എന്ന്. അതൊക്കെ ആയാലും എനിക്കാണിതിൽ വിമ്മിഷ്ടം. എന്താ വിമ്മിഷ്ടം? നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമ നയമാപി. അങ്ങയുടെ പാദകമലത്തെ അരക്ഷണം പോലും വിട്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, അതിനുള്ള ശക്തി എനിക്കില്ല എന്നാ പറയണേ. ത്യക്തും സമുത്സഹേ നാഥ, ഹേ നാഥ, എനിക്കത് ത്യജിക്കാനുള്ള സാമർഥ്യമോ അല്ലെങ്കിൽ ശക്തിയോ ഉൾബലമോ ഇല്ല. സ്വധാമ നയമാമപി, അങ്ങ് പോകുന്ന ഇടത്തേക്ക് അതിനാൽ എന്നെ കൊണ്ടുപോകുന്ന ഒരു പോംവഴി മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിനെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് 6-ാമത്തെ അധ്യായത്തിലത്തെ വിഷയം. 7ലേക്ക് ചെല്ലുമ്പോഴോ പരബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് അതിൽ പ്രധാനമായി വിവരിച്ചിരിക്കുന്നത്. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യ അവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേത്. നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രേക്ഷകരെ എല്ലാവരും കേൾക്കുന്നുണ്ടോ ശരിക്ക്? ഒരു വിഷമുള്ളത് എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ഈശ്വരനെ വന്ദിക്കുന്നവരും സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരും ഈശ്വരൻ്റെ നാമങ്ങൾ കീർത്തനം ചെയ്യുന്നവരുമാണ്. ആകാം, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ എത്ര നേരം ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ ആരാണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്നിങ്ങനെ ചിന്തിച്ചു നോക്കുന്നത്? നമുക്ക് അനുഭവം എവിടെയാ? കണ്ണിൻ്റെ മുൻപിലാണ് ഉണ്ടാവാൻ പോകുന്നത്. കണ്ണിൻ്റെ മുൻപിലുള്ള അനുഭവങ്ങളൊക്കെ കണ്ണടയ്ക്കുമ്പോൾ ഇല്ലാതെയാവും. അടയ്ക്കാതെ കണ്ണ് തുറന്നുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല എപ്പോഴും. അപ്പം അനുഭവം ഉണ്ടാകാൻ പോകുന്നത് ഹൃദയതടത്തിലാണ്, മനസ്സിലാണ്. ആ മനസ്സിലെ അനുഭവം വരണമെങ്കിൽ മനനം ചെയ്യുന്ന വേണം. സ്തുതിക്കുന്നത് വായ കൊണ്ട്, പൂജ ചെയ്യുന്നത് കൈകൊണ്ട്, ദ്രവ്യങ്ങൾ ഉപയോഗിച്ച്. അനുഭവമോ മനസ്ഥലത്തിലാണ്. മനസ്ഥലത്തിലെ അനുഭവം വേണമെങ്കിൽ എന്തു വേണം? മനസ്സ് പ്രയോഗിക്കണം അവിടെ. ആ പ്രയോഗത്തിൻ്റെ രൂപം എന്താ? മനനം ചെയ്യുക. ഈശ്വരനെക്കുറിച്ച്, ഈശ്വരൻ ആരാണ് എന്നുള്ള വിചാരം കൂലങ്കഷമായി എടുത്ത് പരിശോധിക്കുക. ഈ പരിശോധന നടത്തുന്നത് ബുദ്ധിയാണ്. ഓർമ്മ വെച്ച് ഉരുവിടുന്നത് ഒരു പക്ഷേ മനസ്സായിരിക്കാം. ഇത് രണ്ടും ഇടപെട്ടല്ലാതെ ഈശ്വരാനുഭവം ഉണ്ടാവില്ല. അപ്പോൾ ഈശ്വരനെക്കുറിച്ച് മനസ്സിലാവാത്തതിനുള്ള കാരണം എന്താ? സർവവ്യാപി എന്നൊരാശയം നമ്മുടെ മനസ്സിൽ രൂപപ്പെടാൻ വിഷമമാവുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, മുനിർ നഭസ്ത്വം വിതതസ്യ ഭാവയേ. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം. 5 ഭൂതങ്ങളാണല്ലോ, പഞ്ചഭൂതങ്ങൾ. അതിൽ ഭൂമി ഖരവസ്തു, ജലം ദ്രവമയം, വായുവോ വാതമയം, പിന്നെയോ അഗ്നി മുതലായിട്ടുള്ള ഊർജങ്ങൾ, പ്രകാശമാണ്, ചൂടാണ്. ഇത് 4ഉം കൂടാതെ ആകാശം എന്നൊന്നുണ്ട്. ഇപ്പം നമ്മൾ ലോകത്തിൽ നടക്കുമ്പോൾ 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം, അത് ഭൂമിയിലാണെങ്കിൽ ഭൂമിയിൽ ആ ദൂരം നമുക്ക് അളന്ന് കണക്കാക്കാം. എന്നാൽ ഭൂമി വിട്ട് 2 നക്ഷത്രങ്ങൾ തമ്മിലുള്ളത്, സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ദൂരം, അതെങ്ങനെയാണ് കണക്കാക്കുക? അതിൻ്റെ ഉള്ളിലും പുറത്തുമുള്ളതാണ് ഈ ആകാശം. അങ്ങനെ ഒരു വസ്തു ഉണ്ട്, ഒരു സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പറ്റില്ല. പുറം ലോകത്ത് നോക്കിയിട്ടാണ് ഈ ആകാശം എന്നുള്ള ഭാവന നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത്. അപ്പം ആകാശത്തെപ്പറ്റി നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മാത്മഭാവേന സമന്വയേന, അത് അവ്യവച്ഛേദം. ഒരു തരത്തിലും അതിനെ മുറിക്കാനോ പങ്കുവയ്ക്കാനോ വേറെടുത്താനോ സാധിക്കില്ല. ഇറ്റ് ഈസ് ആൻ അൺബ്രോക്കൺ ഇൻഡിവിസിബിൾ എക്സിസ്റ്റൻസ്.
വിഭജിക്കാൻ പറ്റാത്തതായ അവിഭാജ്യമായിരിക്കുന്ന ഒരു സാന്നിധ്യമോ അസ്തിത്വമോ ആണ്. ഏതുപോലെ? ആകാശം പോലെ. ഇതാണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായി 7-ാം അധ്യായത്തിൽ ഉപദേശിച്ചത്. 8ലേക്ക് നീങ്ങിയപ്പോഴോ ഈ 9 ഗുരുക്കന്മാരും അവർ തമ്മിലുള്ള സംവാദവും അവതരിപ്പിച്ച് എന്താ പറഞ്ഞത്? മനുഷ്യ ജീവിതത്തിൽ വിവേകം വളർത്തണമെന്ന് പറഞ്ഞു. ഈ വിവേകം ഏറ്റവും അധികം ഉദാഹരിച്ചത് ആരെ വെച്ചുകൊണ്ടാ? പിങ്കളയെ വെച്ചുകൊണ്ടാ. എന്താ ആ പിങ്കളയുടെ ഉപാഖ്യാനം അവസാനിക്കുന്നത് എങ്ങനെയാ? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിദ്യ കാന്താശാം സുഖം സുഷ്വാപ പിംഗല. പിംഗല തത്വവിചാരവും ആത്മവിചാരവും ചെയ്ത് താൻ ചെയ്തത് മുഴുവൻ വളരെ നിന്ദ്യമായിരിക്കുന്ന പ്രവൃത്തിയാണ്. ഉള്ളിലുള്ള അന്തരാത്മാവ് ജഗദീശ്വരൻ എൻ്റെ ഉള്ളിൽ ആത്മരൂപത്തിൽ കുടികൊള്ളവേ ഞാൻ ഈ നശ്വരരായിരിക്കുന്ന ഈ പെൺകൊതിയന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ പിന്നാലെ പോയില്ലോ. എന്നെപ്പോലെ ഒരു വിഡ്ഢി വേറെ ആരുമില്ല മിഥിലയിൽ എന്ന് പറഞ്ഞ് ആ ദിവസം രാത്രി പിങ്കളയ്ക്ക് തത്വവിചാരം അങ്ങോട്ട് ഉദിച്ചു മനസ്സിൽ. ആ തത്വവിചാരത്തിൻ്റെ ഫലമായി എന്തു ചെയ്തു? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യ കാന്താശാം. കാന്തൻ പുതിയതായിട്ട് വേണം എന്നുള്ള വിചാരം വെട്ടി അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു പിങ്കള. അന്ന് രാത്രി സുഖം സുഷ്വാപ പിങ്കള, വളരെ സുഖമായിട്ട് കടന്നുറങ്ങിയെന്നാ പറയണത്. ആര്? അവധൂതൻ. ആരോട്? നിമി ചക്രവർത്തിയോട്. 24 ഗുരുക്കന്മാരെ ഉദാഹരിച്ചുവല്ലോ, അതിൽ പിങ്കള ഒരാളാണ്. ഇനി 9-ാം അധ്യായത്തിലേക്ക് കടന്നപ്പോഴോ ശുദ്ധമായിരിക്കുന്ന ഭക്തി എന്താണ്? ഭക്തിയിൽ ഒരാലഭാരങ്ങളും നമുക്ക് ആവശ്യമില്ല. പല വിധത്തിലുള്ള ദ്രവ്യങ്ങൾ, പല മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, പല വിധത്തിലുള്ള ഹോമകുണ്ടങ്ങൾ, അതിൽ നെയ്യ്, ഹവിസ്, മറ്റു ദ്രവ്യങ്ങൾ, ഇതിനൊന്നും പോണ്ട. നിങ്ങളുടെ മനസ്സും സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ സത്താവിശേഷവും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ഇണക്കമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. എത്ര മനോദേഹി ധാരയേത് സകലം ധിയ സ്നേഹാദ്വേഷാദ് ഭയാദ്വാഭി യാതി തത്തസ്വരൂപതാം. ഇതാണ് അതിൽ പ്രധാനമായിട്ട് ഉപദേശിച്ചിട്ടുള്ളത്. പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കൂ, കേൾക്കൂ. നിങ്ങൾക്കൊക്കെ ഒരു മനസ്സില്ലേ? ഉവ്വ്. ആ മനസ്സിനൊരു ശക്തിയും അത് പ്രവർത്തിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം എന്താ? എത്ര മനോദേഹി ധാരയേത് സകലം ധിയ. എവിടെ ആയാലും കൊള്ളാം, എന്തിനെക്കുറിച്ചായാലും കൊള്ളാം, നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി എവിടെയാണോ നിങ്ങൾ ധാരണം ചെയ്യുന്നത്, ഏകാഗ്രമായി വ്യഗ്രമായി നിർത്തുന്നത്, ആ നിർത്തുന്ന സമയത്ത് സ്നേഹാത് ദ്വേഷാത് ഭയാദ്വാഭി, ആ നിർത്തുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന വികാരം അല്ലെങ്കിൽ ഭാവം സ്നേഹമാവാം, ദ്വേഷമാവാം, ഭയമാവാം. ഇപ്പോൾ ഈശ്വരനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതും ഒരു വികാരമാണ്. ഈശ്വരനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ശിശുപാലൻ അങ്ങനെ ഒരുത്തനായിരുന്നു. കംസൻ ഭയപ്പെടുന്നവനായിരുന്നു. അതും ഒരു വികാരമാണ്. സ്നേഹമോ? ഒരു നിലയ്ക്ക് യുധിഷ്ഠിരൻ മുതലായവർക്കൊക്കെ സ്നേഹമാണ്. ഭക്തി എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ തീവ്രതയാൽ മനസ്സിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയാൽ അതുതന്നെ ആയിത്തീരും മനസ്സ്. യാതി തത്തസ്വരൂപതാം. ആ വസ്തു തന്നെ ആയിത്തീരും. ഭഗവാന്റെ അടുത്ത് നിങ്ങൾ എന്താ വേണ്ടേ? ഏതെങ്കിലും ഒരു വികാരം വിനിയോഗിച്ച് ഭഗവാനെക്കുറിച്ച് നിരന്തരം ആ വികാരം പ്രയോഗിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ആയാൽ താമസിയാതെ നിങ്ങളുടെ മനസ്സ് ഭഗവൻ മയമായിത്തീരും, ഭഗവാനായിത്തീരും. ഭഗവാൻ എങ്ങനെ ഷഡ്ഗുണ സമ്പന്നനോ അതേമാതിരി നിങ്ങളും നിങ്ങളുടെ മനസ്സും ഷഡ്ഗുണ സമ്പന്നമായിത്തീരും. ഇതാണ് ആവശ്യം. ഇതാണ് 9-ാമത്തതിൽ. 10-ലോ നമ്മളുടെ ഇടയിൽ ശാസ്ത്രം, ധർമ്മം, വിധി, നിഷേധം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രബലമായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ആകാവുന്നത്, അരുതാത്തത്, കൊള്ളാവുന്നത്, കൊള്ളരുതാത്തത്, ഗ്രാഹ്യമായത്, ത്യാജ്യമായത്, ഇങ്ങനെ പലതും കുറേ അധികം ഉണ്ടല്ലോ. കുട്ടികളൊക്കെ നാം പറഞ്ഞ് പഠിപ്പിക്കുന്നത് വിധി, നിഷേധം, ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഇത് ആഫീസിലും കാണാം, ഭരണകസേരയിലും കാണാം, വീട്ടിലും കാണാം. ഇപ്പോൾ വിഷം കലർന്നിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ നിലത്തുനിന്ന് എടുത്താൽ അത് കഴുകി വെടുപ്പാക്കിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. വിധി നിഷേധം. ആ വിധി നിഷേധം വെച്ച് നോക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ വിധി നിഷേധം എന്ന് പറയുന്നത്? ഈശ്വരനെ സംബന്ധിച്ച് പല കർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ വേദങ്ങൾ കർമ്മകാണ്ഡത്തിൽ പല വിധിയും നമ്മളോട് പറയുന്നുണ്ട്. ഇതിലേതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് തള്ളിക്കളയേണ്ടത്? അപ്പുറത്ത് ഉപനിഷത്ത് മണ്ഡലത്തിൽ ചെന്നാലോ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഓട്ടത്തോണിയാന്ന് പറയണതും ഉണ്ട്.
അപ്പൊ ഇവിടെ വിധി നിഷേധത്തിനെ പറ്റി പറയാണ്. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. പ്രേക്ഷകരെ, നിങ്ങളിത് ശ്രദ്ധിച്ചു ഉൾക്കൊള്ളുന്നുണ്ടോ? ഞാൻ എന്താ വേണ്ടത് നിങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ? നിങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തരണം, ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള കാര്യം. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത്. എന്തെല്ലാം കർമ്മവിധികളുണ്ടോ അതിൽ പ്രവൃത്തി കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ചു, കർമ്മം ചെയ്തു, മരിച്ചു, പിന്നെയും ജനിച്ചു, പിന്നെയും കർമ്മം ചെയ്തു, ഫലം അനുഭവിച്ചു, മരിച്ചു. ഇങ്ങനെ ഈ ജന്മ കർമ്മ മരണ പരമ്പര തുറന്നു കൊണ്ടുപോകാനുള്ള കർമ്മങ്ങളെ മുഴുവനും വിടണം. നിവൃത്തം കർമ്മസേവേത. ഈ പരമ്പരയിൽ നിന്ന് നിവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിവൃത്തി നേടാൻ. ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നിവൃത്ത കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ പുറമേ ഉള്ളതല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളാണ്. ആ നിവൃത്തമായിരിക്കുന്ന കർമ്മത്തെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത്. പ്രവൃത്തി കർമ്മങ്ങൾ മുഴുവനും ബന്ധനഹേതുക്കളാണ്. ജന്മകർമ്മ പരമ്പര വിട്ടുപോകുന്നില്ല. ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി എന്നൊക്കെയാണ് ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അതിന് മുഴുവനും മത് പരസ്ത്യജേ. ഈശ്വരൻ എന്നുള്ളൊരു വിശ്വാസം, ആ ഈശ്വരനിൽ ആശ്രയം, അദ്ദേഹത്തിനോട് പൂർണ്ണമായി എല്ലാവിധത്തിലും കലവറയില്ലാത്തൊരു സ്നേഹം, ഒരു അഭയം തോന്നുക. ആ ഈശ്വരാശ്രയത്തിൻ്റെ പേരിൽ എല്ലാ പ്രവൃത്തി കർമ്മങ്ങളെയും നിങ്ങൾ വിട്ടോളൂ. എല്ലാം എന്ന് പറയുമ്പോൾ എന്താ? പിറന്നാളിന് നിങ്ങൾ എന്തെങ്കിലും ആഘോഷമോ പൂജയോ ഉണ്ടെങ്കിൽ വിടാം. പിതൃക്കൾക്കോ ദേവന്മാർക്കോ ചെയ്യുന്ന യജ്ഞങ്ങളുണ്ടെങ്കിൽ അതിനെയും വിടാം. പ്രവൃത്തി കർമ്മമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിന് മുഴുവനും ഈശ്വരനിൽ അകൈതവമായിരിക്കുന്ന ഭക്തി കൈക്കൊണ്ട് അതങ്ങോട്ട് വിട്ടുകളയാം. ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. സ്വാമിജി, ഇങ്ങനെ എല്ലാം വിട്ടാൽ പിന്നെ എന്തിനെയാ ഗ്രഹിക്കുക എന്നൊരു ചോദ്യം വരുന്നുണ്ട്. വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ മനസ്സിലത് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തോന്നണം. അപ്പം എന്താണ് ഇത് വിട്ടാൽ പിന്നെ ഒന്ന് ഉൾക്കൊള്ളേണ്ടത്, അവലംബിക്കേണ്ടത്, അനുസരിക്കുകയെ അനുധാവനം ചെയ്യേണ്ടത്? ജിജ്ഞാസായാം സംപ്രവൃത്തോ. വലിയ പ്രയോഗങ്ങളാതൊക്കെ. ജിജ്ഞാസായാം സംപ്രവൃത്തോ. ധർമ്മ ജിജ്ഞാസ, ബ്രഹ്മ ജിജ്ഞാസ എന്ന് രണ്ട് ശബ്ദമുണ്ട് നമുക്ക്, രണ്ട് പ്രയോഗം. ധർമ്മം എന്താ അധർമ്മം എന്താ എന്നെനിക്ക് മനസ്സിലാക്കണം. ധർമ്മഘടനയുടെ അടിസ്ഥാനം, ആധാരം എന്താ? വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ഓഫ് റൈറ്റിയസ്നെസ് ആസ് എ കോൺസെപ്റ്റ് ഓർ എ കോഡ്? ഇത് നമുക്ക് മനസ്സിലാക്കണം. ധർമ്മം എന്ന് പറയുന്ന പരിഗണനയുണ്ടല്ലോ, അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പരിഗണന നടത്തുന്നത്, അതിൽ തീരുമാനം എത്തിച്ചേരുന്നത് എന്നുള്ളത്, അതാണ് ധർമ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാലോ, ധർമ്മം എന്ന് പറയുമ്പോൾ അധർമ്മം അപ്പുറത്തുണ്ട്. അപ്പോൾ ഈ ലോകത്തിന് മുഴുവനും ജീവിതത്തിന് മുഴുവനും നല്ലത് ചീത്ത, കൊള്ളാവുന്നത് കൊള്ളരുതാത്തത് എന്ന് വെട്ടിമുറിച്ചിട്ടുള്ള ഒരു പരിഗണനയാണ്. എനിക്കത് വേണ്ട. എനിക്ക് അകവും പുറവും ഒരുപോലെ തോന്നിക്കുന്നതായ എന്തെങ്കിലും ചിന്താഗതി ഉണ്ടോ, അതാണ് വേണ്ടത്. അതാണ് ഈ എല്ലാം ഈശ്വരമയം, കാണുന്നത് മുഴുവൻ ബ്രഹ്മം, സർവം ബ്രഹ്മമയം ജഗത്, വിഷ്ണുമയം ജഗത് എന്നുള്ള ആ സമ്പൂർണമായിരിക്കുന്ന കോൺസെപ്റ്റ് പ്രത്യയം. ആ ജിജ്ഞാസായാം സംപ്രവൃത്തോ, അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച്, ജിജ്ഞാസ ജ്ഞാതും ഇച്ഛ, അറിയണം എന്നുള്ള ഉജ്ജ്വലമായിരിക്കുന്ന ആഗ്രഹം, ആവശ്യം, ആ ജിജ്ഞാസ ഉൾക്കൊണ്ട്, ആ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താ? മനസ്സിലോ ബുദ്ധിയിലോ തോന്നുന്ന ഒരു പ്രേരണ, ഒരു ആവേശം, ഒരു നിർബന്ധം, ഒരു പിടിവാശി. അപ്പം മനസ്സിലും ബുദ്ധിയിലും ഈ ജിജ്ഞാസ ശക്തമായി പ്രവേശിച്ചു എന്നുണ്ടെങ്കിൽ ആ ജിജ്ഞാസ തന്നെ ശരിയായിട്ടുള്ള സാധന പ്രവൃത്തി, വേറെ ഒന്നും വേണ്ട. ബാക്കിയുള്ളതൊക്കെയോ ശരീരത്തിൻ്റെ അംഗങ്ങളിലും ഇന്ദ്രിയ തലത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ് ബാക്കിയുള്ള കർമാനുഷ്ഠാനങ്ങളൊക്കെ. ഇതോ ശരീരത്തിലല്ല, വായിലല്ല, കുറേയൊക്കെ മനസ്സിലും കൂടുതൽ ബുദ്ധിയിലുമാണ്. അങ്ങനെ മനോബുദ്ധി തലത്തെ പൂർണ്ണമായും ഗ്രസിച്ചുകൊണ്ടുള്ള ജിജ്ഞാസ എന്ന് പറയുന്ന സാധന അനുഷ്ഠാനം കൈക്കൊണ്ട് ബാക്കി നാദ്രിയേത് കർമ്മചോദനാം. വേദങ്ങൾ എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ, വിട്ടുകളയൂ. സ്വർഗം, നരകം, പ്രജാപതി ലോകം, പ്രളയം ഒക്കെ ആയിക്കോട്ടെ, എനിക്കൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും വേണ്ട.
എൻ്റെ മനസ്സും ബുദ്ധിയും ആ സത്യമറിയുന്നതിൽ മാത്രമാണ് ഉദ്യുക്തമായിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. 11-ാമത്തതിലോ ബന്ധനവും മുക്തിയും എന്താണെന്നുള്ളതാണ് വിവരിച്ചത്. ഏവം ജിജ്ഞാസയാബോഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോ മയ്യർപ്യ സർവഗേ. കഴിയും കാര്യം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ ഒപ്പം വരുന്നുണ്ടോ കൂട്ടരെ? വലിയൊരു ചോദ്യമാണത്. ഏവം ജിജ്ഞാസയാബോഹ്യ, ഈ ജിജ്ഞാസ ബുദ്ധിയിലും മനസ്സിലും കാര്യമായി കടന്നു പിടിച്ചു എന്നുണ്ടെങ്കിൽ വിശ്രമം പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു എന്ന് വരില്ല. എന്താണിത്? 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 എല്ലാ ദിക്കിലും ഉണ്ടത്രേ ഈശ്വരൻ. എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിലില്ലേ? ഉണ്ട്. ഹൃദയത്തിൽ ഈശ്വരൻ മാത്രമല്ലേ ഉള്ളൂ? അതെ. എന്നാൽ എന്തുകൊണ്ട് എനിക്ക് പിടിപെടുന്നില്ല? ആവോ ഇതിന് കാരണം ഈശ്വരനാണോ? അല്ല. ഒരു വസ്തു മുമ്പിലുണ്ട്, നാം കാണുന്നില്ലെങ്കിൽ അത് വസ്തുവിൻ്റെ ദൂഷ്യമാണോ? വസ്തു അവിടെ ഉണ്ട്, അതിന് ഉള്ളതിൽ വിട്ട് പിന്നെ ഒന്നും കൂടുതലായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു മരം അവിടെ നിൽക്കണു, വളരെ നല്ല വിശേഷപ്പെട്ട വലിയൊരു തടി, വട്ടമൊത്തൊരു തടി, ധാരാളം കൊമ്പും ചില്ലുമുണ്ട്, ഇലയുമുണ്ട്, പൂവുമുണ്ട്, കായുമുണ്ട്. അതിനെ കാണണമെന്നുണ്ടെങ്കിൽ മരം എൻ്റെ അടുത്ത് വരില്ല, ഞാൻ അങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, അത് ഉള്ളയിടത്തേക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സത്യം എല്ലാ ദിക്കിലുമുണ്ട്, ഉള്ളിലുമുണ്ട്, ഞാൻ അറിയുന്നില്ല. അതിനുള്ള കാരണം ഞാൻ മാത്രമാണ്, എൻ്റെ മനസ്സാണ്. അപ്പോൾ ഇവിടെ പറയണു ഏവം ജിജ്ഞാസയാബോഹ്യ. ഈ ജിജ്ഞാസ എന്ന് പറയുന്ന അനുധാവനത്തിൽ, അനുഷ്ഠാനത്തിൽ, അനുസരണത്തിൽ, ആ പ്രക്രിയയിൽ വളരെ കാര്യമായി പ്രവേശിച്ച് നാനാത്വഭ്രമമാത്മനി അബോഹ്യ. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. നമ്മുടെ സ്വന്തം ആത്മാവിലാണ് ഈ നാനാത്വഭ്രമമുള്ളത്. വിശാലമായി ഈ ലോകത്തെ കണ്ടാൽ അതിൻ്റെ പതിപ്പ് എവിടെയാണ് ഉണ്ടാവുന്നത്? എൻ്റെ മനസ്സിൽ. മനസ്സിലുണ്ടാവുന്ന പതിപ്പ് എങ്ങനെയാ ലോകാവുക? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലുണ്ടാവുന്ന പതിപ്പ് എങ്ങനെയാ ലോകാവുക? അത് മനോമയമല്ലേ. ഞാൻ എന്തിനെ കണ്ടാലും കാണപ്പെടുന്ന വസ്തുക്കൾ പുറമെ നിൽക്കുന്നു, അതിൻ്റെ ഒരു പകർപ്പ് അല്ലെങ്കിൽ ഒരു പതിപ്പ് എൻ്റെ മനസ്സാണ് ഉണ്ടാക്കുന്നത്. മനസ്സ് വസ്തുവല്ലല്ലോ, ലോകവസ്തുവല്ലല്ലോ, അത് ചേതനാമയമല്ലേ. ആ ചേതനാമയമായ മനസ്സ് തന്നിലുണ്ടാക്കുന്ന പതിപ്പ് ചേതനാമയമാകുമോ? അതോ ലോകവസ്തുക്കളും നിറങ്ങളും മണങ്ങളും ഗുണങ്ങളുമാകുമോ? ആകില്ല. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഈ ഭ്രമം? അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ആത്മാവിൽ തൻ്റെ സ്വന്തം ഉള്ളിൽ ജനിക്കുന്നതായ നാനാത്വ ഭ്രമം. ഒരു ആനയെ കണ്ടു, അതിന് ഞാൻ എന്ത് വേണം? ആനയുടെ പതിപ്പ് എൻ്റെ മനസ്സുണ്ടാക്കി. അപ്പം മനസ്സിലാണ് അതിൻ്റെ വാലും കൊമ്പും മസ്തകമൊക്കെ ഉള്ളത്. അവിടെ മനസ്സിൽ തപ്പിയാൽ എനിക്കൊരു മസ്തകമോ കൊമ്പോ വാലോ കിട്ടുമോ? കിട്ടില്ലല്ലോ. ഒക്കെ മനോമയമല്ലേ ആന. അതുപോലെ ഈ ലോകവും മനോമയമല്ലേ. എന്താ നിങ്ങൾ ആലോചിക്കണേ മിണ്ടാത്തത്? മനോമയമല്ലേന്നാ എൻ്റെ ചോദ്യം. ഒരു മറുപടിയേ നിങ്ങൾക്കുള്ളൂ, ആണാന്നൊരു മറുപടി. അല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു നീലക്കണ്ണാടിയിൽ എന്തു തന്നെ പതിഞ്ഞാലും ആ പതിപ്പ് മുഴുവനും നീല നിറമാവും. അതുപോലെ എൻ്റെ മനസ്സിലുള്ള പതിപ്പുകൾ എന്തു വസ്തുക്കളെ കുറിച്ചാണെങ്കിലും പതിപ്പ് എൻ്റെ മനസ്സിൽ മനസ്സുണ്ടാക്കുന്നതാണ്. അതൊക്കെ മനഃപതിപ്പുകളാണ്. മനസ്സിൻ്റെ നിറം അതിനുണ്ടാവും, മനസ്സിൻ്റെ സ്വഭാവം അതിനുണ്ടാവും. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുള്ളതാണ്. നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം. അപ്പോൾ ഈ ലോകം മുഴുവനും മനഃപതിപ്പുകളാണ് എന്ന് വന്നാൽ ഞാൻ മനസ്സിൻ്റെ പതിപ്പുകളുടെ പിന്നാലെ എന്തിനു പോകണം? അതിൽ മനസ്സല്ലാതെ ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഈ ഓടുന്നത് എന്ന് വിചാരിച്ച് ആ നാനാത്വം ഒരു ഭ്രമമാണെന്ന് പറഞ്ഞ് തള്ളി ഏകത്വത്തിൽ ഉറച്ചിരുന്ന് ഈ നാനാത്വ ഭ്രമത്തെ തള്ളിക്കളയുക. മനോ മയ്യർപ്യ സർവഗേ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന എന്നിൽ മാത്രം മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് നാനാത്വഭ്രമം കൈവടിഞ്ഞ് ആ ഏകത്വത്തിൽ ഉറച്ചിരിക്കുക. ഇതാണ് മുക്തിക്കുള്ള വഴി. അപ്പം മുക്തി എന്ന് പറയുന്നത് എവിടെയാ? മനസ്സിൽ. എങ്ങനെയാ? നാനാത്വഭ്രമം തുടച്ചു നീക്കുക വഴി. അതിനുവേണ്ടി ഈശ്വര വിചാരവും ഈശ്വര വിശ്വാസവും ഈശ്വരാർപ്പണവും ഉപയോഗിക്കുക. ഇനി 12 എന്താ പറഞ്ഞേ? 12 ഇങ്ങനെ മനസ്സ് നാനാത്വഭ്രമത്തെ കൈവെടിഞ്ഞ് ഏകത്വത്തിൽ ഉറച്ചിരിക്കണം. ഈശ്വരനിൽ പരിപൂർണമായ ഒരു അർപ്പണ ഭാവത്തോടുകൂടി അനങ്ങാതെ തളരാതെ വിക്ഷേപപ്പെടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വഴി? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ കാര്യം ധാരാളം പറഞ്ഞുകൊണ്ടും പ്രതിപാദിച്ചുകൊണ്ടും വരുന്നവരോട് സംസാരിച്ചുകൊണ്ടും ഗ്രഹിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന സജ്ജനങ്ങളുടെ കൂടെ കൂടുക. ഈ ശ്രീമദ് ഭാഗവത സപ്താഹം, തത്വസമീക്ഷ മുതലായിട്ടുള്ള സംരംഭങ്ങളുണ്ടല്ലോ, അതിനുള്ള പ്രത്യേകതയും പ്രസക്തിയും ഇവിടെയാണ് വരുന്നത്.
നിങ്ങൾ വീട്ടിലിരുന്നാൽ ഒരാളും ഭാഗവതം പറഞ്ഞ് നിങ്ങൾ കേൾക്കില്ല. കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ നിങ്ങളുടെ ലോകരാമായണം അവിടെ നടക്കുക. അത് വിട്ടൊന്നും ഉണ്ടാവില്ല. അവൻ അവിടെ പോയി, ഇവൻ ഇവിടെ വന്നു, അങ്ങനെയായി ഇങ്ങനെയായി, കണ്ടില്ലേ കേട്ടില്ലേ, ഇത് അങ്ങനെയുള്ള വർത്തമാനങ്ങളേ ഉള്ളൂ. മനസ്സിനെ അതിൽ നിന്നൊന്ന് മാറ്റിയെടുത്ത് അലൗകികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു ചർച്ചയിൽ കൊണ്ട് ഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സത്സംഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെല്ലണം. പ്രേക്ഷകരെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ടോ? ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇവിടെ ഒരു കുടുംബം വന്നു. ഈറോഡുകാരാണ് അച്ഛനും അമ്മയും. മകള് താമസിക്കുന്നത് ലണ്ടനിൽ ജോലിയായിട്ടാണ്. ആ മകൾക്ക് 2 കുട്ടികളുണ്ട്. ചെറിയൊരു പെൺകുട്ടി. അവൾക്ക് എന്ത് ഇഷ്ടമാണ്. സാധാരണ ഞങ്ങളെയൊക്കെ കണ്ടാൽ കുട്ടികൾ ഒതുങ്ങിയായിരിക്കുക. ഇവള് കാണുമ്പോഴേക്കും വന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. തുള്ളിച്ചാടി കൊണ്ടാണ് അവിടെ ഇരുന്നത്. എപ്പോൾ നോക്കിയാലും സന്തോഷമാണ്. ഒന്ന് കുറച്ചും കൂടിയും പ്രായമായിട്ടുള്ളൊരു ആൺകുട്ടി. അവരൊക്കെ നല്ലോണം പഠിച്ച് മാർക്ക് മേടിക്കുന്നവരാണ്. അവർ 2 ആളോടും ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആശ്രമത്തിൽ വന്നത് പിടിച്ചോ എന്ന്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുക, പിടിച്ചു എന്നല്ല, അവർക്ക് ഇവിടുന്ന് പോകണ്ടെന്നാ പറയണത്. പോകണ്ടാത്ര അവർക്ക്. ഇനി നിങ്ങൾ പോയിട്ട് എപ്പോഴാണ് വരിക? മിക്കവാറും അടുത്ത കൊല്ലം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ 2 കുട്ടികളെ ശ്ലോകം ചൊല്ലുക. ഞാനിങ്ങനെ നടന്നു, ഇവിടെ ആശ്രമത്തിൽ ഇങ്ങനെ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടി ഓടി വന്നു എൻ്റെ കൂടെ. എന്നിട്ട് എനിക്കൊരു ശ്ലോകം അറിയാം, ഞാൻ ചൊല്ലട്ടെ എന്ന്. എന്നിട്ട് അവൾ ചൊല്ലുക. എത്ര വയസ്സായി? 3 or 4 വയസ്സേ ആയിട്ടുള്ളൂ. കാന്തായി മേമേ തനയായി മേമേ ഗൃഹായി മേമേ പശവസ്ത്വി മേമേ ഏവം നരോ മേഷസമാനരൂപ മേമേ കൃത കാലവൃഗേണ നീത. ഇത് 3 or 4 വയസ്സായ പെൺകുട്ടി ചൊല്ലിയതാ. അത് കേട്ടപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു? അവൻ കുറേ ശാന്തന. ഞാനും ഒരു ശ്ലോകം ചൊല്ലട്ടെ സ്വാമിജി. ആ ചൊല്ലാം. എന്താ? ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആണ് അയാൾ പഠിക്കുന്നത്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും പഠിച്ചു കൊടുത്തതാ. അപ്പോൾ കുട്ടികളെ എന്ത് പഠിപ്പിച്ചു കൊടുത്താലും അവരത് ഗ്രഹിക്കും, അവർ മനസ്സിലാക്കും. ഈ പഠിപ്പിക്കാതെ ഇരിക്കുന്ന നിങ്ങളിലാണ് ഈ പൊല്ലാപ്പും തൊന്തറവും മുഴുവനും. നിങ്ങളുടെ ഗൃഹത്തിന് ഒരു വൈകുണ്ഠമാക്കാതെ അതിനെ നിങ്ങളൊരു ഭൂലോക നരകമാക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സത്സംഗം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ ഒരു വീട് കെട്ടി അതിൽ ആ ഉടമസ്ഥൻ്റെ രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെട്ടവർ മാത്രം താമസിച്ചു പോന്നാൽ അതിനെ പൂർണ്ണമായിട്ടൊരു ഗൃഹം എന്നൊന്നും പറയാൻ പറ്റില്ല. ഭാഗവതം പറയണത് മരത്തിൻ്റെ മുകളിലുള്ള തടിയിലുള്ള പാമ്പും പൊത്താണതെന്നാണ് പറയുന്നത്. പാമ്പിൻ്റെ പൊത്ത്, മരത്തിൻ്റെ എലി ഉണ്ടാക്കിയിട്ടുള്ള തുളകളിൽ പാമ്പ് താമസിക്കാറുണ്ടല്ലോ. അതുപോലെ നിങ്ങൾ ആരോ ഒരു കോൺട്രാക്ടർ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ ഒരു ഫ്ലോറിൽ നിങ്ങൾ താമസിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. അത് വേണ്ടതുപോലെ ആവണമെങ്കിൽ എന്ത് വേണം? അവിടെ അതിഥികളെ സ്വാഗതം ചെയ്യണം. പോരാ, ഇടയ്ക്കിടയ്ക്ക് സത്സംഗങ്ങൾ വേണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുക, ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാം. എല്ലാവരും വരില്ല. 10 പേര് നിങ്ങൾക്കുണ്ടെങ്കിൽ 2 പേരേ വരുള്ളൂ. മതിയല്ലോ. ഈ നല്ലത് കുറേ അധികം വേണ്ടല്ലോ, കുറച്ച് മതിയല്ലോ. അത് നമുക്ക് എത്ര ശ്രീരാമചന്ദ്രനും എത്ര ശ്രീകൃഷ്ണനും ഉണ്ട് ഇവിടെ. എത്രയോ വീടുകളിൽ കുട്ടികൾ ജനിക്കുന്നുണ്ട്. അതിൽ നല്ല കുട്ടികൾ എന്ന് പറയാൻ വല്ലവരും ഉണ്ടോ? നമുക്കിവിടെ അനവധി സ്കൂളുകളുണ്ട്. പ്രൈമറി സ്കൂളുകളടക്കം അനവധി സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ നല്ല പോലെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ എത്രയുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്ന് ആരോടോ സംസാരിക്കുമ്പോൾ അധ്യാപനത്തിനെ പറ്റി ഒരു പരാമർശം വന്നു. അപ്പോൾ ഞാൻ പറയേ, നമ്മൾക്ക് കുട്ടികളെ നല്ല പോലെ പഠിപ്പിക്കാൻ അറിയണം. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ആണെന്ന് എടുത്തോളൂ. ആ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിൽ ആ മാത്തമാറ്റിക്സ് കണക്ക് എന്ന് പറയുന്നതിൽ കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കണം. അങ്ങനെ താല്പര്യം ജനിപ്പിക്കാവുന്ന അധ്യാപകന്മാർ വളരെ കുറവാണ്. എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, രാമനാഥൻ എന്നാണ് പേര്, ആലുവയക്കാരൻ. കണക്ക് പഠിപ്പിക്കുന്ന ആളാണ്. അങ്ങോട്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, സ്വാമിജി, ഡിജിറ്റ് മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ചു കൊടുക്കുന്നു. ഡിജിറ്റ് മാർക്ക് എന്ന് പറയുന്നത് എന്താ? 1 മുതൽ 9 വരെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ. ആ കുട്ടി വന്നാൽ ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ച് ഫസ്റ്റ് ക്ലാസ് മേടിച്ചു കൊടുക്കാമെന്ന്. അതാണ് അധ്യാപകന്മാരുടെ മിടുക്ക്. അപ്പോൾ അധ്യാപകന്മാർ നല്ലവർ എത്ര പേരുണ്ട് ഇവിടെ? കോളേജിലായാലും എവിടെയായാലും. നമുക്കൊരു വലിയ തടസ്സം ഇപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കണേന്നറിയോ? ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞതാ. അവർ പ്രധാനമായിട്ട് ചില കോൺഫറൻഷ്യൽ ലേണിങ്ങിന് വേണ്ടി ബോംബെക്ക് പോയപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സ് പറയുകയാണത്രേ, നിങ്ങളിതൊക്കെ പഠിച്ച് കേൾക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഒരൊറ്റ ആൾക്കും ഈ മെഡിക്കൽ സയൻസിനോട് ഒരു താല്പര്യമോ ആഭിമുഖ്യമോ ഉണ്ടാവില്ല.
നിങ്ങളൊക്കെ ഉടനെ ഉദ്യോഗം നോക്കി 70,000 80,000 1,00,000 ശമ്പളം കിട്ടാൻ പോകുന്നതൊഴികെ ആർക്കും ഇത് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന്. നമ്മുടെ ദാരിദ്ര്യമായത്. അപ്പോൾ വീട്ടിൽ കുട്ടികൾ ധാരാളം പേര് ജനിക്കും. പക്ഷേ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സത്സംഗ അന്തരീക്ഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ പരാജയം. ഈ ലണ്ടനിൽ ജീവിക്കുന്ന ഒരു ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഇവിടെ വന്ന് അവരെൻ്റെ കൂടെ നടക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനൊരു ശ്ലോകം പറയാം കേൾക്കൂ എന്നൊക്കെ പറയാൻ ഇടവന്നത് എന്താ? അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണിത്. അപ്പം നിങ്ങളാണ് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഗൃഹം, കുടുംബം ഒരു വൈകുണ്ഠമായി തീരണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പം അതിന് സത്സംഗം എന്ന് പറയുന്നത് നാം ഉപയോഗിക്കുന്നത് സത്സംഗം. സത്തായിട്ടുള്ള കാര്യങ്ങൾ എവിടെ ചർച്ച ചെയ്യുന്നുവോ, സത്തിനോട് ആർക്കാർക്കാണോ സ്നേഹമുള്ളത്, ആ സത്തിൻ്റെ പേരിൽ പറയുന്നത് കേൾക്കാൻ വരുന്നവരാരോ ഇവരൊക്കെ സത്സംഗികളും സത്സംഗങ്ങളും സത്പുരുഷന്മാരും സത്സ്ത്രീകളുമാണ്. അപ്പം അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നു. മനുഷ്യന് ശ്രേയസ്സുണ്ടാവാനുള്ള വഴി എന്താ? പ്രേയസ്, ശ്രേയസ് എന്ന് രണ്ടെണ്ണമാണ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ താത്കാലികമായി പൊടുന്നനെ സന്തോഷം തോന്നിപ്പിക്കുന്നത്. ശ്രേയസ് എന്ന് പറഞ്ഞാലോ ആത്യന്തികമായിരിക്കുന്ന നന്മ അണയ്ക്കുന്നത്. അങ്ങനെ ശ്രേയസ് നിരൂപിക്കണം. അതെന്താണ്? സത്സംഗം എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ മഹിമ ഇതാണ് 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മയേവച ന സ്വാധ്യായസ്തപസ്ത്യാഗോ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞഛന്ദാംസി തീർത്ഥാനി നിയമായമാഃ യഥാവരുന്ധേ സത്സംഗഃ സർവസംഗാപഹോഹി മാം. എന്നെ പിടിച്ച് കെട്ടണം, എന്നെ അവരോധിക്കാൻ സാധിക്കണം ഹൃദയത്തിൽ എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ പറയാണ് അതിന് യോഗമോ സാഖ്യമോ ധർമ്മമോ സ്വാധ്യായമോ തപസ്സോ ത്യാഗമോ ഇഷ്ടാപൂർത്തം എന്ന് പറയുന്ന വേദകർമ്മങ്ങളോ ധാരാളം വാരിക്കോരി ദക്ഷിണ കൊടുത്താലോ വ്രതങ്ങൾ അനുഷ്ഠിച്ചാലോ യജ്ഞം ചെയ്താലോ വേദം നല്ലോണം പഠിച്ച് നല്ലപോലെ മനസ്സിലാക്കി സ്മരിച്ച് ചൊല്ലിയാലോ തീർത്ഥയാത്ര നടത്തിയാലോ യമനിയമാദികൾ ശീലിച്ചാലോ ഇതുകൊണ്ടൊന്നും യഥാവരുന്ധേ സത്സംഗഃ സർവസംഗാപഹോഹി മാം. സത്സംഗം മൂലം എന്നെ എങ്ങനെ സമീപിക്കാനും അവരോധിക്കാനും സാധിക്കുമോ അതുപോലെ നരോധയതി. ഈ അനുഷ്ഠാനങ്ങളൊന്നും എന്നെ പിടിച്ച് കെട്ടാനോ എൻ്റെ അടുത്ത് വരാനോ സഹായിക്കില്ല. സത്സംഗമാണ് മികച്ച സാധന. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. സത്സംഗത്തിൽ ചെന്നങ്ങോട്ട് ഇരുന്നാൽ മതി. ആ പ്രവക്താവ് നിങ്ങൾക്ക് വേണ്ട നന്മ മുഴുവനും കോർത്തു പിടിച്ച് ശേഖരിച്ചു കൊണ്ടുവന്ന് കഥകളിലൂടെയും തത്വകഥനത്തിലൂടെയും പലവിധമായിരിക്കുന്ന മൂല്യസിദ്ധാന്ത ആവിഷ്കരണങ്ങളിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കി തരും. പറയണത് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല. റെഡിമെയ്ഡാണ് മുഴുവനും. നിങ്ങൾക്കൊരു കഷ്ടവുമില്ല. അങ്ങനെയുള്ള സത്സംഗം അതാണ് ഏറ്റവും പ്രധാനം. തസ്മാത്വം ഉദ്ധവോ സൃജ്യ ചോദനാം പ്രതിചോദനാം പ്രവൃത്തം ച നിവൃത്തം ച ശ്രോതവ്യം ശ്രുതമേവ ച മാം ഏകമേവ ശരണം ആത്മാനം സർവദേഹിനാം യാഹി സർവാത്മഭാവേന മയാസ്യാഹ്യകുതോ ഭയഃ. അതുകൊണ്ട് പറയാണ് എന്ത്? വളരെ വ്യക്തമായി. ഞാനിത് എന്തിനാ, ഇത് എടുത്ത ഭാഗമാണ്, എന്നാലും സംക്ഷിപ്തമായി നിങ്ങളോട് പറയുന്നത് നമ്മുടെ മെസ്സേജ് വിട്ടുപോകരുത്. മുക്തിസ്കന്ധത്തിൽ പ്രധാനമായിട്ടുള്ള സോപാനം, അതിൻ്റെ ഓരോ പടിയും എങ്ങനെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തസ്മാത് കാര്യങ്ങൾ എങ്ങനെ ഇരിക്കെ ഉദ്ധവ ഉത്സൃജ്യ ഉപേക്ഷിക്കണം. എന്ത്? ചോദനാം പ്രതിചോദനാം. മനസ്സിൽ സാധാരണ ജനിക്കുന്നതായ ചോദനകൾ, ആ ചോദനയെ ചൊല്ലി ഉദിക്കുന്നതായ പ്രതിചോദനകൾ. എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നി, ആ വേണം തോന്നുന്ന സമയത്ത് അത് കയ്യിലാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത്, അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ളതാണെങ്കിൽ അതെല്ലാം പ്രവൃത്തം ച നിവൃത്തം ച, പ്രവൃത്തികർമ്മങ്ങളെയും നിവൃത്തികർമ്മങ്ങളെയും ശ്രോതവ്യം ശ്രുതമേവ ച, കേട്ടുകഴിഞ്ഞത് ഇനി കേൾക്കണം എന്നുള്ളത്. മാം ഏകമേവ ശരണം, ഇതെല്ലാം ഉത്സൃജ്യ വിട്ടിട്ട് എന്തു വേണം? മാം ഏകമേവ, ഞാൻ ഒന്ന്, ആ ഒറ്റയെ മാത്രം, ശരണം ആത്മാനം സർവദേഹിനാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ ശരണം പ്രാപിക്കണം. ആരായി ഞാൻ? ആത്മാനം സർവദേഹിനാം. ആത്മാനം സർവദേഹിനാം, സർവദേഹിനാം ആത്മാനം. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണെന്ന് തേടരുത്. മനസ്സിലായില്ല എന്ന് പറയരുത്. എല്ലാ ദേഹികളിലും ആത്മാവായിരിക്കുന്ന ഞാൻ, എല്ലാവർക്കും ശരണ്യനായിരിക്കുന്ന ഞാൻ,
യാഹി സർവാത്മഭാവേന, സർവാത്മഭാവത്തോടുകൂടി ശരണം പ്രാപിക്കുക. മയാസ്യാഹ്യകുതോ ഭയ. അങ്ങനെ ശരണം പ്രാപിച്ചാൽ പിന്നെ ഉദ്ധവ ഒരു വിധത്തിലുള്ള ഭയവും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ സൃഷ്ടിച്ച ലോകത്തിലാണ് എൻ്റെ ഭക്തൻ അധിവസിക്കുന്നത്. എൻ്റെ ഭക്തനെ ഞാൻ രചിച്ച ലോകം മൂലം ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഉപദ്രവിക്കില്ല, വട്ടം തിരിക്കില്ല. എൻ്റെ ഭക്തനാണ്, എൻ്റെ ലോകമാണ്. ഭക്തന് ഒരു പക്ഷേ അത് മുഴുവനും വശാക്കാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷേ എൻ്റെ അധീനത്തിലുള്ളതാണ്. അപ്പം എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും രക്ഷിക്കാതെ ഇരിക്കില്ല. അതാണല്ലോ അജാമിളൻ്റെ കഥയോ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. പ്രഹ്ലാദൻ്റെ കഴുത്തു വെട്ടാനായി സ്വന്തം അച്ഛൻ വാളൂരി 1-2 അടി എടുത്തു വച്ചു. മകൻ്റെ അടുത്ത് പോകുന്നതിന് പകരം ആ കാലടികൾ തൂണിൻ്റെ അവിടേക്കാണ് വഴിമാറിയത്. അപ്പം ഞാൻ നോക്കിക്കോളും, അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന്. സർവാത്മഭാവേന മയാസ്യാഹ്യകുതോ ഭയ. എന്നെ ആശ്രയിക്കുന്നവൻ, സർവാത്മഭാവത്തോടുകൂടി ആശ്രയിക്കുന്നവനുണ്ടല്ലോ, ആ ആൾക്ക് ഒരിക്കലും ഒരിടത്തു നിന്നും ഭയമുണ്ടാവില്ല. 13-ാമത്തെ അധ്യായത്തിൽ എന്താണ് വിഷയങ്ങൾ? ഭക്തിജ്ഞാന യോഗങ്ങളാണ്. സത്വാത് ധർമ്മോ ഭവേദ്വൃദ്ധാത് പുംസോ മദ്ഭക്തിലക്ഷണ സാത്വികോപാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. സത്വാത് ധർമ്മോ ഭവേത് വൃദ്ധാത്. സത്ഗുണം പരിശീലിക്കുമ്പോഴും വർദ്ധിക്കുമ്പോഴുമാണ് നമുക്ക് പുംസോ മദ്ഭക്തി ലക്ഷണ, മനുഷ്യന് എൻ്റെ മദ്ഭക്തി ലക്ഷണ, ഭക്തിലക്ഷണമായിരിക്കുന്ന ആ ധർമ്മം വളരുന്നത്. അപ്പൊ ധർമ്മം എന്ന് നിങ്ങൾ പറയുമ്പോൾ ധർമ്മശാസ്ത്രത്തിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. ഭക്തിയോഗത്തിനെ പറ്റി പറഞ്ഞത് ഇത് തന്നെ ഒരു പൂർണ്ണ ധർമ്മമാണെന്ന ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് തന്നെ ഒരു പൂർണ്ണ ധർമാനുഷ്ഠാനമാണ്. നിങ്ങൾ ഈശ്വരനെ എല്ലാവരിലും കാണാൻ തുടങ്ങും. ആ എല്ലാറ്റിലും കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ആ വീക്ഷണം, അത് തന്നെയാണ് അങ്ങേയറ്റത്തെ ധർമ്മം. അത് വിട്ടൊരു ധർമ്മമില്ല, അത് വിട്ടൊരു ധർമ്മമില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. പുംസോ മദ്ഭക്തി ലക്ഷണ സാത്വികോപാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. സാത്വികമായിരിക്കുന്ന ഗുണങ്ങൾ പലതും നാം അവിടെ പറയുണ്ടായി. അത് ഓരോന്ന് ഏറ്റവും അധികം ഈശ്വര നാമങ്ങൾ ചൊല്ലുക, ഈശ്വര കീർത്തനങ്ങൾ പാടുക, സ്തുതികളും പാരായണങ്ങളും ഒക്കെ നല്ല പോലെ നടത്തുക, നല്ല ശാസ്ത്രങ്ങൾ വായിക്കുക, സത്സംഗങ്ങൾ അതിൽ പങ്കെടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെ നല്ല ധർമ്മം, മദ്ഭക്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മം വർദ്ധിക്കും. ജാഗ്രസ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. സാത്വികമായിരിക്കുന്ന ധർമ്മം, ഈശ്വരഭക്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മം വളരും എന്ന് പറഞ്ഞു. നമുക്ക് അറിയാനുള്ള ജ്ഞാനം ഒന്നുണ്ടല്ലോ. ഭക്തി എന്ന് പറയുന്നത് ഈശ്വരാഭിമുഖമായിരിക്കുന്ന മനോവൃത്തിയും ഭാവസമ്പന്നതയുമാണ്. ഇനി ജ്ഞാനം എന്ന് പറഞ്ഞാലോ സാക്ഷിത്വേന വിനിശ്ചിത. പുറമേക്ക് ഒരു സ്ഥലത്തും പോണ്ട, വളരെ വ്യക്തമാണ് അതിൻ്റെ ലക്ഷ്യം. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ, മനുഷ്യബുദ്ധിയിൽ ഉണ്ടാവുന്ന വൃത്തികളാണ്. ബുദ്ധിവൃത്തയ. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ. ബുദ്ധി തന്നെ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഒരു മനുഷ്യൻ ഉണരുമ്പോഴാണ് ലോകത്തെ കാണുന്നത്. ആ ഉണർച്ച എന്ന് പറയുന്നത് പുറമേ നിന്ന് ആരും ഉണർത്തുന്നതല്ല, സ്വയം നമ്മുടെ ഉള്ളിലുള്ള പ്രജ്ഞ തന്നെ നമ്മെ ഉണർത്തുന്നതാണ്. അപ്പോൾ ബുദ്ധിയും മനസ്സും പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് കാണുന്നതാണ് ഈ ലോകം. ഉണർന്നില്ല എന്നുണ്ടെങ്കിലോ ലോകവും വീക്ഷണവും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബുദ്ധിയുടെ വൃത്തിയാണ് ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജാഗ്രത് മാത്രമല്ല ബുദ്ധിവൃത്തി, ഉള്ളിൽ കാണുന്ന സ്വപ്നവും ബുദ്ധിയുടെ വൃത്തിയാണ്, ഉറക്കവും ബുദ്ധിവൃത്തിയാണെന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചോളൂ. സുഷുപ്തിയിൽ ഒരു വൃത്തിയും ഇല്ല എന്നാണല്ലോ പറയുന്നത്, അതും ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. താസാം വിലക്ഷണോ ജീവ. ഈ മൂന്നിൽ നിന്നും വിലക്ഷണമായി ഉണർന്നവൻ, ഉണരുന്നവൻ, ഉറങ്ങിയവൻ, സ്വപ്നം കാണുന്നവൻ, ഇത് മൂന്നും ഒരാളാണല്ലോ. ആ ആള് സ്വപ്നത്തിൽ ലയിച്ചങ്ങോട്ട് പോയാൽ പിന്നെ ഉണരില്ല, ഉണർച്ചയിൽ ലയിച്ചങ്ങോട്ട് പോയാൽ ഉറങ്ങാൻ പറ്റില്ല, ഉറക്കത്തിൽ ലയിച്ചു പോയാൽ പിന്നെ ഉണരൂല്ല. അപ്പം അത് വേറെ നിൽക്കണു അവിടെ. ഉണർച്ചയും ഉറക്കവും സ്വപ്നവും ഉണ്ടാക്കിക്കൊണ്ട് മാറി 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 ഓരോന്നിലായി സഞ്ചരിക്കുന്ന വിലക്ഷണനായിരിക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവന്റെ നില എന്താ? സാക്ഷിത്വേന വിനിശ്ചിത. എല്ലാറ്റിനും സാക്ഷിയാണ്, ഒന്നിലും ഇടപെടുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. അങ്ങനെ വേറിട്ട്
തന്നെ നിൽക്കുകയാണ്. ന യാവന്നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഃ ജാഗർത്യഭി സ്വപന്നജ്ഞഃ സ്വപ്നേ ജാഗരണം യഥാ. ജ്ഞാനമാണ് പറയുന്നത്. ഭക്തിയെപ്പറ്റി ആദ്യം പറഞ്ഞു, ഇപ്പം ജ്ഞാനം. എന്താണത്? യാവത് നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഃ. യാവത് എത്രത്തോളം കാലം, നാനാർത്ഥധീഹി പുംസഃ, പുംസഃ മനുഷ്യൻ്റെ, നാനാർത്ഥധീഹി നാനാപദാർത്ഥങ്ങൾ. ഈ ലോകത്തിൽ പലതും ഉണ്ട്, അസംഖ്യമാണ്, വിവിധമാണ് എന്നിങ്ങനെ പലത് എന്നുള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു തോന്നൽ, അങ്ങനെയുള്ള ഒരു നിർണയം. തോന്നൽ മനസ്സിലും നിർണയം ബുദ്ധിയിലുമാണ്. ഇത് രണ്ടും യാവത് എത്രത്തോളം കാലം ന നിവർത്തേത വിരമിക്കുന്നില്ലയോ, മടങ്ങുന്നില്ലയോ, യുക്തിഭിഹി തത്വവിചാരം കൊണ്ട്. കാര്യകാരണങ്ങളെ പൊരുത്തപ്പെടുത്തി കൂലങ്കഷമായി ചിന്തിച്ച് പരിശോധിച്ച് വിലമതിച്ച് വിലയിരുത്തി അവസാനം എത്തിച്ചേരുന്ന നിഗമനം, അത് യുക്തിപൂർവം നാം ചെയ്യേണ്ടതാണ്. ആ യുക്തിഭിഹി എന്നുള്ള വാക്ക് എത്രത്തോളം അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ഭക്തജനങ്ങളെ, നിങ്ങൾക്കൊരു വാദമുഖമുണ്ട്, അല്ലെങ്കിൽ ഒരു വിചാരം, ഒരു മൂഢവിശ്വാസമുണ്ട്. ഈശ്വരവിശ്വാസം, അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. ഒരു വിശ്വാസം, ഈശ്വരനുണ്ടെന്ന് വെറും വിശ്വാസം. ഈ ലോകം എന്ന് പറയുന്നത് കാണുന്നുണ്ട്, അത് വിശ്വാസമാണോ? അല്ലല്ലോ. ഈ ലോകമാണെങ്കിൽ ആ ലോകത്തിന് ഒരു കോസ്, ഒരു സോഴ്സ്, ഒരു ഉദ്ഭവം അത് വേണ്ടേ? അപ്പോൾ ഈ ലോകമുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ നമ്മൾ കണ്ടു, ഉടനെ നമ്മുടെ മനസ്സിൽ തോന്നും ഈ പെൺകുട്ടിക്ക് അച്ഛനമ്മമാരുണ്ടെന്നുള്ളത്. അതൊരു വിശ്വാസമോ ഒരു ഫാക്റ്റോ ഒരു വസ്തുതയോ നിങ്ങൾ പറയണം. അതേമാതിരി ഈശ്വരൻ എന്ന് പറയുന്നത് വിശ്വാസമല്ല, വിശ്വാസമാണെന്ന് നിങ്ങൾ അന്ധമായിട്ട് പറയുക. ഈശ്വരൻ എന്ന് പറയുന്നത് കാണപ്പെടുന്ന ലോകത്തിന് ഒരു മൂല്യമുണ്ടെങ്കിൽ ഈശ്വരൻ, അതിൻ്റെ കാരണക്കാരനായിരിക്കുന്ന ഈശ്വരന് 1000 മൂല്യമുണ്ട്. ഇതാണ് യുക്തി എന്ന് പറയുന്നത്. ആലോചിച്ച് യുക്തിസഹമായി ചിന്തിക്കും. ഞാൻ എന്ന് പറയുന്നത് വിശ്വാസമാണ്, അതോ ഞാൻ എന്ന് പറയിപ്പിക്കുന്നതായ ഒരു സത്യം നമ്മുടെ ഉള്ളിലിട്ടോ ഒരു നിലനിൽപ്പ്? അപ്പം ഞാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന വസ്തുവും അവിടെയുണ്ട്. ആ വസ്തു ഉണ്ടെന്നുള്ളത് വിശ്വാസമാണ് അല്ല. ഇങ്ങനെ യുക്തിപൂർവം ചിന്തിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ എത്രത്തോളം കാലം നാനാർത്ഥ ബുദ്ധി മടങ്ങുന്നില്ലയോ, വിരമിക്കുന്നില്ലയോ, പ്രശാന്തമാകുന്നില്ലയോ, യുക്തിഭിഹി കാര്യകാരണ രൂപേണ കൂലങ്കഷമായി വിചിന്തനം ചെയ്യുക വഴി ജാഗർത്യ വിശ്വപന്നജ്ഞ. ആ ആൾക്കാരെങ്ങനെയാ? എഴുന്നേറ്റിരിക്കണു എന്ന് പറഞ്ഞാലും ഉറങ്ങി സ്വപ്നം കാണുന്നത് പോലെയാണ്. എണീറ്റിരിക്കണു, ജോലി ചെയ്യണു, സംസാരിക്കണു, ഓടുന്നു, ചാടുന്നു, ഭക്ഷണം കഴിക്കണു, ആഫീസിൽ പോയി ജോലി ചെയ്യുന്നു, ഒക്കെ സമ്മതിച്ചു. ഇതൊക്കെ സ്വപ്നത്തിൽ നടക്കുന്നുണ്ട്. ആ സ്വപ്നത്തിലുള്ളത് പോലെ തന്നെയാണ് അജ്ഞ, അറിവില്ലായ്മ, മരമണ്ടനാണവൻ. സ്വപ്നേ ജാഗരണം യഥാ. സ്വപ്നമാണോ നമ്മൾ കാണുന്നത്? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷമാണ് അതിനെ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം നടക്കുന്നിടത്തോളം കാലം അത് ജാഗ്രത അവസ്ഥയ്ക്ക് തുല്യമാണ്. അപ്പൊ സ്വപ്നാവസ്ഥയിൽ ജാഗ്രത എങ്ങനെയോ അതേപോലെ ജാഗ്രത അവസ്ഥയിൽ അവർ സ്വപ്നസ്ഥരാണ്. അസത്വാത് ആത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിത ഗതയോ ഹേതവശ്ചാസ്യ മൃഷ സ്വപ്നദൃശോ യഥാ. ഞാനിത് എന്തിനാ പറയുന്നതെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിൽ നിന്ന് സത്യം വിട്ടുപോകരുത്. നിങ്ങൾ ഭക്തന്മാരെല്ലാവരും വിചാരിക്കും ഭക്തി ഭഗവാൻ, ഭക്തി ഭഗവാൻ, ഒക്കെ ഭഗവാന്റെ. ഏതാ ഒക്കെ ഭഗവാന്റെ? ഈ ലോകം. അങ്ങനെയൊന്നും ഇല്ല എന്നാ പറയണത് ഭാഗവതം. മൃഷയാണെന്ന് തോന്നലായത്. അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളത് ഉൾക്കൊള്ളുന്നവരല്ല. നിങ്ങളതിന് തയ്യാറുമില്ല. തയ്യാറുണ്ടാക്കണം എന്നാണ് ഏകാദശം ആവശ്യപ്പെടുന്നത്. അസത്വാത് ആത്മനോ അന്യേഷാം ഭാവാനാം തത്കൃതാഭിത. തത്വവിചാരം ചെയ്യാത്തതിൻ്റെ പേരിൽ, മനസ്സിന് ശുദ്ധി വരാത്തതിൻ്റെ പേരിൽ, ഭക്തി മുഴുക്കാത്തതിൻ്റെ പേരിൽ, ഉൾക്കാഴ്ചയും ഉൾതെളിച്ചവും സംഭവിക്കാത്തതിൻ്റെ പേരിൽ, ആത്മനഃ അന്യേഷാം ഭാവാനാം, നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ഭാവങ്ങൾ പൊട്ടിമുളച്ച് ഭിത വ്യത്യാസദൃഷ്ടി, വ്യത്യാസബുദ്ധി, ഗതയഃ ഹേതവശ്ചാസ്യ. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറയണത്? ഈ ലോകമല്ല, ഇതിൻ്റെ മുകളിലൊരു 7 ലോകമുണ്ട്, ഇതിൻ്റെ താഴത്തൊരു 14 ലോകമുണ്ട്, എല്ലാം കൂടി 14. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? അങ്ങനെ പലതും. ഗതയഃ ഹേതവശ്ചാസ്യ. മനുഷ്യന് പല വിധത്തിലുള്ള ഗതികളാണ്. ആ ഗതികൾ ഉണ്ടാക്കി തീർക്കുന്ന ഹേതുക്കൾ പലതുമാണ്. ജ്യോതിഷ്ഠോമം ചെയ്ത് സ്വർഗം സമ്പാദിക്കാം, പ്രജാപതി ലോകം കിട്ടാൻ വേറെ ഒന്ന്, സോമയാഗം ചെയ്താൽ അതിന് വേറെ ഒരു ഫലം.
ഇതൊക്കെ ഇവർ വീരവാദം മുഴക്കുന്നവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നും. ഏതെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോയി ഇവിടെ മടങ്ങി വന്നു എന്ന് പറയുന്ന ആളുണ്ടോ? അല്ലെങ്കിൽ അവിടുന്ന് ഒരു കമ്പി അടിച്ചവർ വല്ലവരും ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ. ഒരു ഇൻ്റർനെറ്റ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ സ്വർഗവാസിയിൽ നിന്ന്? ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ. ഇതൊക്കെ മൃഷയാണ്, മിഥ്യയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വിഭവമാണ് ഈ കാണുന്നത് മുഴുവനും. കിടന്നുറങ്ങി ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന മനസ്സ് പെട്ടെന്നൊരു സ്വപ്നലോകമുണ്ടാക്കി. ആ സ്വപ്നലോകമുണ്ടാക്കിയതിൽ എന്തൊക്കെയാ വൈവിധ്യം നിങ്ങൾ കാണുന്നത്? ആ കാണുന്ന വൈവിധ്യം എങ്ങനെയോ അതുപോലെ തന്നെയാണ് അതേ മനസ്സ് ഉണർന്നിരുന്ന് നിങ്ങളെ ഇന്ദ്രിയങ്ങളുടെ സഹായം മൂലം പുറത്ത് കാട്ടിത്തരുന്നതായ വസ്തുജാലങ്ങളും. മൃഷ എത്ര ത്രിസർഗോ മൃഷ. അതുകൊണ്ടാണ് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇതൊക്കെ മൃഷയാണ്. ആ മൃഷയിൽ എന്തൊക്കെ പെടും? നമ്മുടെ ശരീരം, അച്ഛനമ്മമാർ, സഹോദരന്മാർ, നാം അധിവസിക്കുന്ന ഗൃഹം, ഗ്രാമം അല്ലെങ്കിൽ പട്ടണം, അവിടെ നമ്മുടെ രാജ്യം, ഈ ഭൂമണ്ഡലം, സൂര്യൻ, ചന്ദ്രൻ എന്ന് തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും മൃഷാവാണ്. മൃഷ സ്വപ്നദൃശോ യഥാ. സ്വപ്നത്തിലുള്ള ദൃഷ്ടിയുണ്ടല്ലോ നമുക്ക്, ആ സ്വപ്നാനുഭവം അതെങ്ങനെയോ അല്ലെങ്കിൽ സ്വപ്നത്തിനെ കുറിച്ചുള്ളതെന്തോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജാഗ്രത് വീക്ഷണവും. ഒരു വ്യത്യാസവുമില്ല. രണ്ടും ഒരാളിൽ നിന്നുണ്ടാവുന്നതും ഒരാൾ രചിക്കുന്നതുമാണ്. അത് ഭാഗഭാക്കാകുന്നതും ഒരാളാണ്. അതുകൊണ്ട് സ്വപ്നം എങ്ങനെയോ അതുപോലെ തന്നെയാണ് ജാഗ്രതും. സ്വപ്നം മൃഷയാണെങ്കിൽ, മിഥ്യയാണെങ്കിൽ ജാഗ്രതും അതുപോലെ മിഥ്യ തന്നെ. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരത്തെ സ ഏകഃ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. ഞാനിത് എന്തിനാ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ വിട്ടുപോവോ? ഓർമ്മ വച്ചോളൂ. എന്താണത്? ഏതേത് ഭാവങ്ങളിലാണ്, വിഭൂതികളിലാണ്, വിശേഷ ഭാവങ്ങളിലാണ് കൃഷ്ണ അങ്ങയെക്കുറിച്ച് മഹർഷിമാർ ധ്യാനിച്ച് ആ ധ്യാനത്തിൽ സമ്പന്നത, സാഫല്യം കൈവരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് ചോദിക്കാനുള്ള സന്ദർഭം എന്താ? അതിൻ്റെ മുൻപ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിയണം എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ 7-ാം അധ്യായം മുതൽക്ക് 15 അധ്യായം അടക്കം പറഞ്ഞ കാര്യങ്ങളെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഉദ്ധവഗീതയുടെ ഈ പുരോഗതി നമുക്ക് നല്ലപോലെ മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർ ഹൃദി തത് സദൃക്ഷാൻ. ഇത് ഞാൻ ഈ ശ്ലോകം മുമ്പും പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ എത്ര പറഞ്ഞാലും അധികമാവില്ലല്ലോ. നമുക്ക് ആവശ്യം തത്വമനനം ആവർത്തിച്ചാണല്ലോ വേണ്ടത്. അപ്പം ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിലക്ഷണനായിരിക്കുന്ന ജീവനുണ്ടല്ലോ, ആ ആത്മാവ് ഓരോരോ കരണങ്ങൾ വഴി ഈ ലോകത്തെ വേണ്ടതുപോലെ കാണുന്നു. അതേ ആ വിലക്ഷണനായിരിക്കുന്ന ജീവനാണ് സ്വപ്നത്തിൽ ഈ ജാഗ്രത് വസ്തുക്കൾക്ക് സമാനമായിരിക്കുന്ന വസ്തുക്കളെയും ദർശിച്ച് സാക്ഷാത്കരിക്കുന്നത്. അതേ സ്വപ്നദ്രഷ്ടാവ് തന്നെയാണ് സുഷുപ്ത ഉപസംഹരതേ. കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാറ്റിനെയും ഉപഹരിച്ച് ഒന്നുമില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മാച്ച് തുടച്ച് ശുദ്ധമണ്ഡലത്തോടുകൂടി കിടന്നുറങ്ങുന്നത്. ആ ഒരൊറ്റ ആളുണ്ടല്ലോ, സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. ആ ഒരൊറ്റ ആളാണ് ഇന്ദ്രിയേശൻ. ആ ആളാണ് വാസ്തവത്തിൽ ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശക്തിവിശേഷം. ഇങ്ങനെ ഏവം വിമർശ്യ ഗുണതോ മനസസ്ത്ര്യവസ്ഥ മന്മായയാ മയികൃത ഇത് നിശ്ചിതാർത്ഥ. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഭക്തനായാലും ജിജ്ഞാസു ആയാലും നിങ്ങൾക്ക് അപഗ്രഥിക്കാനുള്ളത് ഈ പുറം ലോകമല്ല. അത് ബാഹ്യശാസ്ത്രജ്ഞന്മാർ അപഗ്രഥിച്ചോട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം രണ്ടാമതാണ്, ദൃശ്യമാണ്. ഈ ലോകത്തെ ദർശിപ്പിക്കുന്നത് നമ്മുടെ അന്തരംഗമാണ്. കാണണം എന്നുള്ള തോന്നൽ മനസ്സിലാണ്. ആ മനസ്സാ കണ്ണിനെയും കാതിനെയും വിനിയോഗിച്ച് വസ്തുക്കളെ ഗ്രഹിക്കുന്നത്. അപ്പം ഈ ദർശനത്തിൻ്റെ തുടക്കമുള്ളാണ്, ഈ ദർശനത്തിൻ്റെ നിലനിൽപ്പുള്ളാണ്. ഇതിൻ്റെ പരിസമാപനവും നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിനെ നിങ്ങൾ അപഗ്രഥിക്കൂ. അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ഉള്ളിൽ 3 അവസ്ഥകളുണ്ടെന്നാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത് പുറം വസ്തുക്കൾ, സ്വപ്നം അകം വസ്തുക്കൾ, സുഷുപ്തി രണ്ടുമില്ലാത്തത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് 3 അവസ്ഥയാണ് ഉള്ളത് എന്ന്. നമ്മുടെ ഉള്ളിലുള്ള പ്രജ്ഞ,
3 അവസ്ഥയിലാണ് പ്രകടമാവുന്നത്. ആ 3 അവസ്ഥയ്ക്കും ഉടമസ്ഥൻ, നിർമ്മാതാവ് നമ്മുടെ ഉള്ളാണ്, നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സാണ്. അതിൽ ഒന്നിൽ പുറം ലോകം കാണുന്നു, സ്വപ്നത്തിലോ അതേമാതിരിയുള്ള സമാന്തരമായ ഒരു ഉൾലോകം കാണപ്പെടുന്നു. ഇത് രണ്ടിനെയും മായ്ക്കുന്നതാണ് സുഷുപ്തി. അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? ഈ ഉണ്മയെ തുടച്ചു മാറ്റാനും രണ്ടാമതും അതിനെ ആവർത്തിച്ച് പ്രദർശിപ്പിക്കാനുമുള്ള ശക്തി നമ്മുടെ ഉള്ളിനുണ്ട് എന്നുള്ളത് വ്യക്തമാവുന്നുണ്ടല്ലോ. ഏവം വിമർശ്യ എന്നാണ് പദം. വിമർശന ബുദ്ധിയാണ്. നല്ല പോലെ വിചിന്തനം ചെയ്യണം. അത് ക്രിട്ടിക്കലായിട്ട് വേണം, കൂലങ്കഷമായി. അതിൽ ഒരു വിധത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ കാണിക്കരുത്, പൂർവ്വവിധിയും ഉണ്ടാവരുത്. ഏവം വിമർശ്യ ഗുണതോ മനസസ്ത്ര്യവസ്ഥ. മനസ്സിൻ്റെ 3 അവസ്ഥകളാണ്. മന്മായയ മയി കൃത ഇത് നിശ്ചിതാർത്ഥ. ഈ 3 അവസ്ഥയും വാസ്തവത്തിൽ ആരാ രചിക്കുന്നത്? അന്തരാത്മാവ്. അന്തരാത്മാവ് ആരാ? ഞാൻ തന്നെ. ഈ രചിക്കുന്നത് എവിടെയാ? എന്നിലാണ്. എൻ്റെ ജാഗ്രത അവസ്ഥ നിൽക്കുന്നത് ലോകത്തിലല്ല, എന്നിലാണ്. എൻ്റെ സ്വപ്നമോ എന്നിലാണ്. അത് നിങ്ങൾ സമ്മതിക്കും. ജാഗ്രത അവസ്ഥയും നിങ്ങളിലാണ് നിൽക്കുന്നത്. നിങ്ങളിലാണ് ജാഗ്രത അവസ്ഥ നിക്ഷിപ്തം, പുറത്തല്ല. അല്ല അല്ല പുറം വസ്തുക്കൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാഴ്ചയാവണമെങ്കിൽ ആ കാഴ്ച ഉള്ളിലുള്ള ഉണർവായി രൂപാന്തരപ്പെടണം. ഒരു പർവ്വതത്തെ കാണുമ്പോൾ ആ പർവ്വതം ഒരു ഛായാരൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുമ്പോഴേ ദർശനമുണ്ടാവുന്നുള്ളൂ. അപ്പോൾ മന്മായയാ മയി കൃത ഇത് നിശ്ചിതാർത്ഥ. ഇങ്ങനെ വേണ്ടതുപോലെ നിശ്ചയം ചെയ്ത് സംഛിദ്യഹാർദ്ദമനുമാന സദുക്തി തീക്ഷ്ണ ജ്ഞാനാസിന ഭജത മാഹില സംശയാധിം. സംശയം എന്ന് പറയുന്ന ഈ ആധി ഉണ്ടല്ലോ, അതിനെ അനുമാന സദുക്തി തീക്ഷ്ണ ജ്ഞാനാസിന സംഛിദ്യ. അനുമാനം എന്ന് പറഞ്ഞാൽ ഇൻഫറൻസ്, ഊഹാപോഹം. ആ അനുമാനം വഴി സദുക്തി തീക്ഷ്ണജ്ഞാനാസിന, ആ അനുമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതായ നല്ല ഒരു ഉക്തി, സദുക്തി തീക്ഷ്ണ, അതിനാൽ മൂർച്ച കൂട്ടപ്പെട്ട ജ്ഞാനാസിന, അറിവ് എന്ന് പറയുന്ന വാളിനാൽ സംഛിദ്യ, ഈ സംശയത്തെ അങ്ങോട്ട് തീർത്ത് ഭജത ഹാർദം, ഹൃദയത്തിൽ അധിവസിക്കുന്ന എന്നെ നിങ്ങൾ ഭജിക്കൂന്ന്. കേൾക്കുന്നുണ്ടോ? അഖില സംശയാധിം സംഛിദ്യ ഹാർദം മാം ഭജത. എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും ഉടലെടുക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമാണ്. ആ മനസ്സ് രചിക്കുന്നതായ സംശയങ്ങൾ മുഴുവനും സദുക്തി, സത്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതായ ഉക്തികൾ, വാക്കുകൾ, വാണികൾ, ശാസ്ത്രവാക്യങ്ങൾ പലതുമുണ്ട്. ആ പലതും ഉപയോഗിച്ച് യുക്തിസഹം അത് മനസ്സിലാക്കി, അനുമാനം എന്ന് പറയുന്ന പ്രത്യക്ഷം, അത് കഴിഞ്ഞാൽ പരോക്ഷം അനുമാനം, അത് ഉപയോഗിച്ച് സംശയങ്ങളെ മുഴുവനും വെട്ടിമുറിച്ച് ഹാർദം, ഹൃദയസ്ഥിതനായിരിക്കുന്ന എന്നെ ഭജിക്കൂ. എന്ത്? ഹൃദയസ്ഥിതനായിരിക്കുന്ന എന്നെ ഭജിക്കൂ എന്നാണ് പറയുന്നത്. ഏകാദശത്തിൻ്റെ മൊഴിയാണത്. നിങ്ങൾ കേൾക്കണമത് നല്ലപോലെ. ദശമസ്കന്ധത്തിൽ പറയും കൃഷ്ണനെ 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 എന്ന്. ഇവിടെ കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. ഇനി 14-ാം അധ്യായത്തിൽ എന്താ? ഭക്തി, ഭക്തന്മാർ എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇനി പുതിയ പ്രേക്ഷകന്മാരെങ്ങാനും ഉണ്ടാവോ? അത് കേൾക്കാത്തവർ പറയാൻ പറ്റില്ല, ഉണ്ടാവണമല്ലോ. എല്ലാവരും മുടങ്ങാതെ കണ്ടൂന്നും വരില്ല. ചതുർഭുജധാരിയായിരിക്കുന്ന മഹാവിഷ്ണുവെ ആസകലം മനസ്സിൽ ധ്യാനിക്കുക. ആ ധ്യാനം ഉറച്ചു കഴിഞ്ഞാൽ ആ ചിരിക്കുന്ന മുഖം, ആ ചുണ്ട്, അത് മാത്രം, പൂപ്പുഞ്ചിരി മാത്രം ധ്യാനിക്കുക. അവിടെ മനസ്സ് ഉറച്ചു എന്നുണ്ടെങ്കിലോ അവിടുന്ന് മനസ്സിനെ എടുത്ത് ആകാശത്തിൽ ഘടിപ്പിക്കുക. ആകാശത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചു. എന്താണിപ്പോൾ? ചുരുങ്ങിയ ഒരാകാരം, ദേഹം, അതിനെ ചുരുക്കി കൊണ്ടുവന്ന് മുഖം മാത്രമാക്കി. പിന്നെയോ ഒരു വിസ്തരണമാണ് അവിടെ നടക്കണം. അത് കഴിഞ്ഞാലോ ആ ആകാശത്തെയും വിട്ട് ന കിഞ്ചിതപി ചിന്തയേ, ഒന്നും ചിന്തിക്കാതെ ഇരിക്കുകയാണ്. ഇതാണ് ധ്യാനത്തിൻ്റെ. ഏവം സമാഹിതമതിർ മാമേവാത്മാനമാത്മനി വിചഷ്ടേ മയി സർവാത്മൻ ജ്യോതിർജ്യോതിഷി സംയുതം. അങ്ങനെ ചിന്തിക്കാതെ ആകാശത്തിൽ നിന്ന് പോലും നിങ്ങളുടെ മനസ്സിനെ വിഘടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ എന്താണ് വരിക എന്നറിയോ? ജ്യോതിഷി സംയുതം. ഒരു തീപ്പൊരി ആ നാളത്തിൽ തന്നെ ചേരുന്നത് പോലെയാണ് സംഭവിക്കുക. ജീവൻ എന്ന് പറയുന്നത് ഒരു പൊരിയാണ്. ആ പൊരിയോ സർവത്ര അങ്ങനെ നാളമായിട്ട് ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ചെന്ന് ചേരുന്നത് പോലെ മയി സർവാത്മൻ വിചഷ്ടേ,
എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന എന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ വിസ്താരക്കുറവാണ് ഈ ദർശനത്തിന് തടസ്സം. ആ തടസ്സം നീങ്ങാനാണ് മഹാവിഷ്ണുവിനെ പൂർണ്ണമായി ധ്യാനിക്കണം. ആ പൂർണ്ണ ആകൃതി ശരീരത്തിൻ്റെ വിട്ട് മുഖം മാത്രം അത്രയും ആയാൽ ഘടിപ്പിക്കുക, അവിടുന്ന് എടുത്ത് ആകാശത്തിൽ ഘടിപ്പിക്കുക, ഇണക്കുക. ആകാശത്തെയും വിട്ട് ഒന്നും ചിന്തിക്കാതെ ഇരിക്കണം. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മനഃ സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാഭ്രമ. ഇത് വളരെ വിസ്തരിച്ച് പറയുണ്ടായി. ഞാൻ കേൾക്കാത്തവര് ആ CD ഒക്കെ മേങ്ങി ധാരാളം തവണ ഇട്ട് കേട്ടോളൂ. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മനഃ. ഇങ്ങനെ തീവ്രമായി ഞാൻ ഈ പറയുന്ന പ്രകാരം ധ്യാനം പരിശീലിച്ച് മനസ്സിനെ അങ്ങോട്ട് യോജിപ്പിച്ചു കൊണ്ടുവരുന്ന യോഗിക്ക് എന്തുണ്ടാവണു? ദ്രവ്യജ്ഞാനക്രിയാഭ്രമ നിർവാണം സംയാതി ആശു. ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്ന് പറയുന്ന ഭ്രമം. ഇവിടെ എവറിതിങ് ഈസ് ഗ്രാസ്. എല്ലാം ദ്രവ്യമാണല്ലോ. പിന്നെയോ അറിവ് ദ്രവ്യത്തിനില്ല, ഉണർവ് വേറെയാണ്. ക്രിയ, ഈ ജ്ഞാനമുണ്ടെങ്കിലേ ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ക്രിയയ്ക്ക് ഉപാധിയായിട്ടൊരു ദ്രവ്യം വേണം. അപ്പോൾ 2-3 സംഗതികളായി. ഇതൊരു ഭ്രമമാണ്. സ്വപ്നത്തിൽ ഇല്ലേ പ്രവൃത്തികൾ? അവിടെ ഇല്ലേ ദ്രവ്യങ്ങൾ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സ്വപ്നാവസ്ഥയിൽ ആ ദ്രവ്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? എവിടുന്നുണ്ടായി? എന്നാൽ ദ്രവ്യമുണ്ടായി എന്നുള്ള അനുഭവം ഉണ്ടല്ലോ. ആ ദ്രവ്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ അത് നിർമ്മിച്ചത്? നിങ്ങളുടെ മനസ്സാവട്ടെ ഉണർവാണ്. അപ്പോൾ ഉണർവിന് എങ്ങനെ ദ്രവ്യമാവാൻ സാധിച്ചു? ആയില്ലേ? ഉവ്. അവിടെ പ്രവൃത്തി നടന്നില്ലേ? ഉവ്. ഇതിനെല്ലാറ്റിനും കാരണം ആരാ? മനസ്സൊന്ന്. അപ്പോൾ അവിടെ 1 അതോ 3? 1. ആ ഭ്രമം മനസ്സൊന്ന് പോയി. ദ്രവ്യജ്ഞാനക്രിയാ ഭ്രമ നിർവാണം ആശു സംയാസ്യതി. അതിൽ നിന്ന് അങ്ങോട്ടൊരു മോചനം കിട്ടും. മനസ്സങ്ങോട്ട് വിലാസമാവും. ആ മനസ്സിന് പിന്നെ തടയിടാനൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 15-ാം അധ്യായം, ഇപ്പം 16ആണല്ലോ നമ്മൾ പറയുന്നത്. 15-ാം അധ്യായത്തിലാണ് പല വിധത്തിലുള്ള സിദ്ധികളെയും അതിനു വേണ്ടിയിട്ടുള്ള ധാരണകളെയും കുറിച്ച് പറഞ്ഞ് കൃഷ്ണൻ അവസാനിപ്പിച്ചത് എങ്ങനെയാ? സർവാസാമപി സിദ്ധീനാം ഹേതു പതിരഹം പ്രഭു അഹം യോഗസ്യ സാഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രയോ സിദ്ധികളെ പറ്റി പറഞ്ഞു, അതിനു വേണ്ടിയിട്ടുള്ള ധാരണകളെയും വിവരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറയാണ്, ആ അവസാന ഭാഗമാണല്ലോ വിലമതിപ്പ്, അത് നിങ്ങൾ വിട്ടുകളയരുത്. വേദങ്ങളും അങ്ങനെയാ, വളരെ വർണ്ണശബളമായിരിക്കുന്ന സ്തുതികൾ, ധാരാളം പ്രതീക്ഷകൾക്കും ആശയ്ക്കും അത്യാശയ്ക്കുമൊക്കെ വക നൽകുന്നത്. അത് കഴിഞ്ഞ് കർമ്മവിശേഷങ്ങൾ, പിന്നീട് കുറച്ചൊന്ന് ധ്യാനം, അവസാനമോ കണ്ടുപിടുത്തങ്ങൾ, വിലയിരുത്തലുകൾ, പ്രഖ്യാപനങ്ങൾ, ഉദ്ഘോഷങ്ങൾ. അവിടെയാണ് തത്വജ്ഞാനം ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതാണതിന് വേദാന്തം അവസാന ഭാഗം എന്ന്. അതുമാതിരി ഇവിടെ അവസാനം പറയുകയാണ്, സർവാസാം അഭിസിദ്ധീനാം, എല്ലാവിധത്തിലുള്ള സിദ്ധികൾക്കും ഹേതുഹു പതിരഹം പ്രഭുഹു, അതിനുള്ള കാരണം ഹേതു ഞാനാണ്, ഉറവിടം ഞാനാണ്. പതിരഹം, അതിൻ്റെ ആ പരമപ്രഭു, എല്ലാറ്റിനും ഉടമസ്ഥൻ എന്ന് പറയുന്നത് അതും ഞാനാണ്, രാജാവ്, പ്രഭുവാണ്. അഹം യോഗസ്യ സാഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. യോഗം, സാഖ്യം, ധർമ്മം, പിന്നെ ബ്രഹ്മപരിചിന്തനം, അതിനെല്ലാറ്റിനും തന്നെ ഞാനാണ് അധിപൻ, ഞാനാണ് അതിൻ്റെ എല്ലാറ്റിൻ്റെയും മഹാപ്രഭു. അതുകൊണ്ട് എന്തു വേണം? എന്നെ ഒരൊറ്റ ആളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയെന്ന്. വേറെ ഒന്നിൻ്റെ പിന്നാലെയും പോകണ്ട. സാഖ്യമാകട്ടെ, യോഗമാകട്ടെ, ബ്രഹ്മജ്ഞാനമാകട്ടെ, ധർമ്മം എന്ന് പറയുന്ന സമ്പത്താകട്ടെ, എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാ. അപ്പം എന്നെ ആശ്രയിച്ചാലോ തന്നെത്താനെ ഇത് നിങ്ങൾക്ക് വേണ്ടത് വന്നോളും. പലതിനെയും കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നത് ശരിയാണ്. ആ പ്രതിപാദിക്കുന്നത് എന്തിനു വേണ്ടി? ഈശ്വരനെ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയാവാൻ പോകുന്നില്ല. വേണ്ട ഭാഗങ്ങളെല്ലാം വന്നു ചേരുകയാണ് ചെയ്യുക. യോഗക്ഷേമം വഹാമ്യഹം. ഉള്ളതൊക്കെ പോകാതെ നോക്കിക്കൊണ്ട്, പിന്നെ പോരാത്തതൊക്കെ പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്നവനും പൂർണ്ണനാക്കുന്നവനുമാണ് ഞാൻ എന്ന് നല്ല പോലെ മനസ്സിലാക്കണം.